Assalamualaikum warahmatullahi ta'ala wabarakatuh. A'udzu billahi as-sami'il 'alim minasy syaithanir rajim. Bismillahirrahmanirrahim. Allahumma shalli ala sayyidina Muhammadin wa ala alihi wa sahbihi ajma'in, amma ba'd. ഏറ്റവും ബഹുമാന ആദരവുകൾ നിറഞ്ഞ അധ്യക്ഷൻ, ഇവിടെ നമ്മുടെ മുഖ്യാതിഥിയായി എത്തിയിട്ടുള്ള വിഷയം അവതരിപ്പിക്കാൻ കാത്തിരിക്കുന്ന ബഹുമാനപ്പെട്ട സി അംസ സാഹിബ് അവർകൾ, അതുപോലെ തന്നെ ഫരീപ്പാപ്പാൻ്റെ മൗലിദ് രചിച്ച ബഹുമാന്യനായ അബൂബക്കർ ഫൈസി ഉസ്താദ്, പ്രിയങ്കരനായ നമ്മുടെ ഖത്തീബ് ഉസ്താദ് അവർകൾ, സ്ഥാപനത്തിലെ പ്രധാനപ്പെട്ട ഉസ്താദുമാർ, എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, നമ്മുടെ സമയം വളരെ വൈകിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് വളരെ കനപ്പെട്ട രണ്ട് വിഷയം അവതരിപ്പിക്കാൻ കാത്തിരിക്കുന്നത് കൊണ്ട് തന്നെ ദീർഘിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഈ ഒരു വിഷയം എന്നെ ഏൽപ്പിക്കാൻ ഞാൻ കാണുന്ന ഏക കാരണം, നമ്മുടെ ഈ സ്ഥാപനത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ എല്ലാം ആത്മീയ തണലായിട്ടുള്ള ഫരീദ് ഉപ്പാപ്പാൻ്റെ ചരിത്രം കൂടുതൽ അറിയണം എന്നൊരു താല്പര്യത്തിൽ നമ്മുടെ വിദ്യാർത്ഥി സംഘടന ഇമാദിൻ്റെ കീഴിൽ ചില ചെറിയ യാത്രകളും ചില അന്വേഷണങ്ങളും ഒക്കെ നടത്താനുള്ള സാഹചര്യമുണ്ടായി. അതിനേൽപ്പിക്കപ്പെട്ട ഒരു 3 അംഗ സംഘത്തിൽ ഒരംഗമായി എന്നുള്ളതാണ് ഏക കാരണമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ ഹെറിറ്റേജിയത്തിൽ ഈ നാടിൻ്റെ പൈതൃകം ഏറ്റവും സുശക്തമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നത് മഹാനായ ഫരീദ് ഉപ്പാപ്പയിലാണ്. കുഗ്രാമങ്ങളിൽ കുഗ്രാമമായിരുന്നൊരു ദേശത്ത് അദ്ദേഹം അള്ളാഹുവുമായിട്ടുള്ള സമയം ചെലവഴിക്കാൻ, അള്ളാഹുവിൻ്റെ ദിക്റിലും ഫിക്റിലുമായിട്ടുള്ള സമയം ചെലവഴിക്കാൻ ഈ ഒരു ഗ്രാമത്തിൻ്റെ ഏകാന്തതയിലെത്തുകയും അദ്ദേഹത്തിൻ്റെ വളരെ ലളിതമായ ജീവിത ശൈലിയിലൂടെ മുന്നോട്ട് പോവുകയും ചെയ്തു. ആരും അറിയാൻ ആഗ്രഹിക്കാതെ അള്ളാഹുവിൻ്റെ പ്രത്യേകമായൊരു അടിമയായിട്ട് അദ്ദേഹം മുന്നോട്ട് പോയി. അദ്ദേഹം വഫാത്തായി. പിന്നീട് അള്ളാഹു അദ്ദേഹത്തിന് നൽകിയൊരു സ്വീകാര്യതയുടെ അടയാളമായിട്ടാണ് ഈ നാടിൻ്റെയും നാട്ടുകാരുടെയും ഡെവലപ്മെൻറ്റ്, ഉന്നമനം, അതുപോലെ തന്നെ മതബോധികമായിട്ടുള്ള പുരോഗമനങ്ങളൊക്കെ അതിൻ്റെ ഒരു റിസൾട്ടായിട്ട് അള്ളാഹു അദ്ദേഹത്തിന് നൽകിയൊരു കബൂലിയത്തിൻ്റെ ബാക്കിപത്രമായിട്ടാണ് നമ്മളെല്ലാവരും കാണുന്നത്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇവിടെ വരികയും അന്ത്യവിശ്രമവും കൊള്ളുകയും ചെയ്തിട്ട് നമ്മൾ വളരെ ആദരവോടെ സമീപിക്കുകയും നമ്മൾ നേർച്ചകൾ ചെയ്യുകയും ഒക്കെ ചെയ്യുന്നു. എന്നാൽ ഇത്ര കാലം മുമ്പുള്ള ആളാണ്, ഇന്ന വർഷത്തിൽ ജനിച്ച ആളാണ്, അല്ലെങ്കിൽ ഇന്ന പ്രദേശത്ത് ജനിച്ച ആളാണ് എന്നൊരു കൃത്യമായ വിവരം ഇല്ലാഞ്ഞിട്ട് കൂടി ജാതി മത ഭേദമന്യേ മഹാനവർക്ക് കിട്ടുന്ന ഒരു സ്വീകാര്യതയുണ്ട്, ഒരു ബഹുമാനമുണ്ട്, ഒരു ആദരവുണ്ട്. അതെല്ലാം അദ്ദേഹത്തിന് അള്ളാഹു നൽകിയ ഒരു കബൂലിയത്തിൻ്റെ അടയാളമായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. സൂഫികളാണ് ലോകത്ത് വളരെ ശക്തമായിട്ട് വളരെ പെട്ടെന്നുള്ള ഇസ്ലാമികമായ മാറ്റങ്ങൾക്ക് നേതൃത്വം നൽകിയത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അവരുടെ ജീവിതം വളരെ ലളിതം എന്നാൽ വളരെ എഫക്റ്റീവായിട്ടുള്ള ജീവിതത്തിലൂടെ ലക്ഷങ്ങളെ, കോടിക്കണക്കിന് ജനങ്ങളെ പരിശുദ്ധമായ ഇസ്ലാമിൻ്റെ തീരത്തേക്ക് അടുപ്പിച്ചു കൊണ്ടുവന്നു, ഈ തീരത്തേക്ക് അണച്ചു പിടിച്ചു എന്നുള്ളതാണ്. മഹാനായ ഷെയ്ഖ് അജ്മീർ ഖാജ തങ്ങളുടെ ഒരു യാത്രയിൽ അദ്ദേഹത്തോടുകൂടെ ലക്ഷങ്ങളാണ് അദ്ദേഹത്തിൻ്റെ ആ വ്യക്തിത്വം കണ്ടുകൊണ്ട് പരിശുദ്ധമായ ദീനിൻ്റെ തീരത്തേക്ക് കടന്നു വന്നത്. ഇവിടെ നമ്മൾ ചരിത്രാന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് നാട്ടിലൂടെയും നമ്മുടെ അന്യമതസ്ഥരായ സുഹൃത്തുക്കളുടെ അടുത്തൊക്കെ പോകുമ്പോൾ വളരെ വൈകാരികമായിട്ട് അവർക്കൊക്കെ പറയാനുള്ളത് 100 കൂട്ടം അനുഭവങ്ങളാണ്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വഫാത്തായി പോയ മഹാനവറുകളുടെ അവരുടെ മദത് ലഭിച്ച ഒരുപാട് കണ്ണീരുണങ്ങാത്ത അനുഭവങ്ങൾ അവരൊക്കെ പറയുന്നുണ്ട്. വളരെ വൈകാരികമായിട്ട് അവരൊക്കെ അത് പറയുമ്പോൾ നമ്മളെല്ലാം ഫരീദ് ഉപ്പാപ്പാനെ ഇത്രമാത്രം നമ്മൾ വേണ്ട രീതിയിൽ പരിഗണിച്ചിട്ടുണ്ടോ എന്ന് തോന്നിപ്പോകാറുണ്ട്. മഹാനവറുകളുടെ അദ്ദേഹം ജനിച്ച കാലം, അദ്ദേഹത്തിൻ്റെ ഉത്ഭവം, മഹാനവറുകളുടെ ഉത്ഭവം എവിടെ നിന്ന് എന്നുള്ള രീതിയിലൊക്കെയാണ് നമ്മുടെ വിഷയം കൊടുത്തിട്ടുള്ളത്. വ്യക്തമായിട്ട് വളരെ ആധികാരികമായിട്ട് നമ്മുടെ ചുരുങ്ങിയ ലിമിറ്റഡ് ആയിട്ടുള്ള അന്വേഷണത്തിൻ്റെ പിന്നിൽ കൃത്യമായിട്ടൊരു കാലഘട്ടം, ഒരു വർഷം പറയാൻ നമുക്ക് ലഭിച്ചിട്ടില്ല. നമ്മുടെ ചെറിയ അന്വേഷണങ്ങളിൽ നമുക്ക് മനസ്സിലായത് ഏകദേശം ടിപ്പു സുൽത്താൻ്റെ കാലഘട്ടത്തിൽ അവിടുത്തെ ഭരണപ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് പാലക്കാട് അന്ത്യവിശ്രമം കൊള്ളുന്ന മന്നക്കുളം ഖാജ ഹുസൈൻ തങ്ങൾ, ഷെയ്ഖ് ഖാജ ഹുസൈൻ മദനി തങ്ങളുടെ
ആ ഒരു കാലഘട്ടത്തിലാണ് മഹാനവറുകളുടെ ചെറുപ്പം, മഹാനവറുകളുടെ ശിക്ഷണത്തിലാണ് മഹാനായ ഫരീദ് ഉപ്പാപ്പ വളർന്നതെന്നും. എന്നാൽ പ്രായപൂർത്തിയാകുന്ന ആ സമയത്ത് വളരെ പ്രധാനമായ ചില പരീക്ഷണങ്ങളിലൂടെ അദ്ദേഹം വിജയിച്ച ശേഷമാണ് അവിടെ നിന്ന് അദ്ദേഹത്തെ പറഞ്ഞയക്കുന്നത്. ഇനി പോകാൻ സമയമായിട്ടുണ്ട് എന്ന് പറഞ്ഞയക്കുന്നത്. അതിൻ്റെയൊക്കെ ശേഷമാണ് മഹാനവറുകൾ ഇവിടെ എത്തുന്നത് എന്നാണ് പരിമിതമായ രേഖകളിൽ നിന്ന് നമുക്ക് കണ്ടെത്താൻ സാധിച്ചത്. അതുപോലെ തന്നെ മഹാനവറുകളുടെ ജീവിതത്തെക്കുറിച്ച് പറയുമ്പോൾ ബഹുമാനപ്പെട്ട ഫരീദ് ഉപ്പാപ്പാന്റെ മൗലിദ് രചിച്ച ഉസ്താദ് അവറുകൾ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഉസ്താദ് വിശദമായിട്ട് സംസാരിക്കും. അവിടുത്തെ ലളിതമായ ജീവിതം വളരെ മനോഹരമായിട്ട് ആ മൗലിദിൽ വരച്ചു കാണിക്കുന്നുണ്ട്. ഇഹലോകത്തിന്റെ എല്ലാ താല്പര്യങ്ങളിൽ നിന്നും വിട്ടുനിന്നുകൊണ്ട് അള്ളാഹുവിന്റെ വജ്ഹിന് വേണ്ടി മാത്രം അവന്റെ ഇബാദത്തിലായിട്ട് അവന്റെ ദിക്റിലും ഫിക്റിലുമായിട്ട് വളരെ മനോഹരമായ ആത്മീയമായിട്ടുള്ള ഒരു മനോഹാരിതയുള്ള ജീവിതം. അദ്ദേഹം പ്രധാനമായിട്ടും ഭക്ഷണം കഴിച്ചിരുന്നത് അരിയും, വീടുകളിൽ നിന്ന് അരിയും ഉണക്ക അയിലയും സ്വീകരിച്ചുകൊണ്ട് അദ്ദേഹം വളരെ ലളിതമായ പാചക രീതിയിൽ അദ്ദേഹം ഭക്ഷണം കഴിച്ച് മുന്നോട്ട് പോവുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഹൈന്ദവ സുഹൃത്തുക്കളൊക്കെ വീട്ടിൽ സന്ദർശിച്ചപ്പോൾ അവരോട് അന്വേഷിക്കുന്ന സമയത്ത് അവരൊക്കെ പറയുന്നത് അവരുടെ വീടുകളിൽ നിന്നെല്ലാം വളരെ സ്നേഹത്തോടെ അദ്ദേഹം ഭക്ഷണത്തിന് വേണ്ട സാധനങ്ങളെ ശേഖരിക്കാറുണ്ടായിരുന്നു. അങ്ങനെ അദ്ദേഹം ഇവിടെ പാകം ചെയ്ത് കഴിക്കാറുണ്ടായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. അപ്പൊ സൂഫികൾ ഉയർത്തിപ്പിടിച്ച, ലോകത്തിന് മുന്നിൽ അവർ വരച്ചു കാണിച്ച ഒരുപാട് മൂല്യങ്ങളുണ്ട്. സ്നേഹത്തിന്റെ, സൗഹാർദ്ദത്തിന്റെ, മതമൈത്രിയുടെ ആ മൂല്യങ്ങളെല്ലാം നമ്മുടെ ചാരത്തന്തി വിശ്രമം കൊള്ളുന്ന മഹാനായ ഫരീദ് ഉപ്പാപ്പന്റെ ജീവിതത്തിലും അവിടെ ചരിത്രത്തിലും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇത്രയേറെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വഫാത്തായി പോയിട്ടുണ്ടെങ്കിലും ആർക്കും ചോദ്യം ചെയ്യാൻ പറ്റാത്തൊരു സ്വീകാര്യത, ചില അവാന്തര സുന്നത്ത് ജമാഅത്തിന് പുറത്തുള്ള ചില അവാന്തര വിഭാഗങ്ങൾ ഒഴിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ലഭിക്കുന്ന സ്വീകാര്യത തന്നെയാണ് അദ്ദേഹത്തിന്റെ വലിയൊരു കറാമത്തായിട്ട് നമ്മൾ കാണുന്നത്. രോഗശമനത്തിനും മറ്റുമായിട്ട് ആയിരങ്ങളാണ് ഇവിടങ്ങളിലേക്ക് നീർച്ചയാക്കുന്നത്. ചൊള്ളവസൂരി പോലെയുള്ള വളരെ ഭീതിതമായ രോഗങ്ങൾക്ക് എന്നും 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 മഹാനായ ഫരീദ് ഉപ്പാപ്പ വലിയൊരു ആശ്രയമായിട്ട്, വലിയൊരു ആശാകേന്ദ്രമായിട്ട്, ശമനത്തിനുള്ള നിതാന്തമായിട്ട് ഇന്നും ആളുകൾ വിശ്വസിച്ചു പോകുന്നു. ആ വിശ്വസിച്ചു പോരുന്ന ആളുകൾക്ക് അതിനുള്ള ഫലങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത് വലിയൊരു മഹാനാണ് നമ്മുടെ ചാരത്തന്ത വിശ്രമം കൊള്ളുന്നത് എന്നാണ്. അപ്പോൾ നമ്മുടെയൊക്കെ ജീവിതം ഈ ഒരു മഹാന്റെ ചാരത്ത് ജീവിക്കേണ്ട രൂപത്തിൽ ആയിരിക്കണം. വല്ല ഭാഗപ്പിഴവുകളും വന്നുപോയിട്ടുണ്ടെങ്കിൽ മഹാനവറുകളെ സമീപിച്ച് മാപ്പ് പറഞ്ഞ് നമ്മൾ വളരെ അദബിലുള്ള ഒരു ജീവിതത്തിലേക്ക് ഞാനും നിങ്ങളും എല്ലാവരും മാറേണ്ടതുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ഒരു ഫാത്തിഹ മഹാനവറുകൾക്ക് ഓതാത്തൊരു ദിവസം നമ്മുടെ ജീവിതത്തിൽ കടന്നു പോകാൻ പാടില്ല. ഇൻഷാ അല്ലാഹ് ഞാൻ വളരെ വിഷയം ചുരുക്കുകയാണ്. വളരെ കനപ്പെട്ട വിഷയങ്ങൾ ഇവിടെ അവതരിപ്പിക്കപ്പെടാനുണ്ട്. ജസാക്കുമുല്ലാഹു ഖൈറ. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഷാഹിദ് ഹുദവിക്കുള്ള